അല്ലെങ്കിൽ കല്യാണമൊന്നും വേണ്ട, ഏത് മതി? ലിവിങ് ടുഗദർ അല്ലേ? അതിലൊക്കെ എന്ത് ഇൽമാണുള്ളത്? അള്ളാഹ് പറഞ്ഞത് കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. എന്നാലും ആണും പെണ്ണും ഭയങ്കര ഗുരുതരമായ കുറ്റമാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതനെ അള്ളാഹുവിൽ അടിമറിച്ചത് ഇതാണ്, സ്വർഗ ഭോഗം. അതൊക്കെ ഇപ്പം എന്താണ്, ജായിസാണെന്ന് പറയാം. ഇപ്പോൾ കോളേജ് കുമാരികളൊക്കെ തട്ടം ഹിജാബിനെ പറ്റിയൊക്കെ പറയുമ്പോൾ രണ്ട് മുടിമലൊക്കെ എന്താ ഇപ്പോൾ കാര്യം? രണ്ട് മുടി കണ്ട്, രണ്ട് രോമം കണ്ടിച്ചിട്ട് അല്ലേ, ഇങ്ങനെയൊക്കെ നല്ല ഒക്കെ ശൈത്താൻ പറഞ്ഞു കൊടുക്കണ വാദമാണ്. നല്ല വാദമാണ് കേട്ടിട്ടുണ്ടെങ്കിൽ. രണ്ട് മുടി കണ്ടു വെച്ചിട്ട് ഈമാൻ പോവോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരി തന്നെയല്ലേ തോന്നിപ്പോവും. അതാണ് ശൈത്താനെ പിൻപറ്റുക എന്ന് പറയാം. ആ വാദമൊക്കെ അവർക്ക് ശൈത്താൻ കൊടുക്കണം. നല്ല ഹൃദയത്തേക്കാണ് നോക്കണത്, മുടിമക്കൊന്നല്ല. പിന്നെ എന്തിനാ തല മറക്കണത്? എന്തിനാ പയ്യൊക്കെ എത്ര സ്ട്രോങ് ആക്കണം? വിവരമില്ലാതെ അള്ളാഹുവിൽ തർക്കിക്കുക എന്നുള്ള എൻ്റെ രൂപങ്ങളാണ് മോനെ മനസ്സിലാക്കിയോളൂ. ഇതൊക്കെ ശൈത്താനെ പിൻപറ്റിയിട്ടുള്ളതാണ്. അന്ന് മുശ്രിക്കീങ്ങളോട് ശൈത്താൻ പറഞ്ഞാൽ എന്താ അറിയാം? മുശ്രിക്കീങ്ങൾ അന്ന് തവാഫൊക്കെ ചെയ്തപ്പോൾ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെയായിരുന്നു. അപ്പോൾ അതിന് ശൈത്താൻ അവർക്ക് പറഞ്ഞിട്ട് തന്നറിയോ? നമ്മൾ ഈ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുകളൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ എടുക്കണതല്ലേ. അപ്പോൾ അള്ളാൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നമ്മൾ ആ ഉമ്മ പ്രസവിച്ച് അതേ മാർക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ പറഞ്ഞാണ്ട് കഴിച്ചിട്ടാണ് ഇനി തവാഫ്. നല്ല ഉസാറല്ല, കേൾക്കാൻ നല്ല ന്യായമായിട്ട് തോന്നും, നല്ല ഉസാറുണ്ടെന്ന് തോന്നും. പിന്നെ ശവം തിന്നുമായിരുന്നു മുശ്രിക്കീങ്ങൾ അന്ന്. അപ്പോൾ അന്ന് ശൈത്താൻ അവർക്ക് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഈ ശവം തന്നെ ചത്ത പറഞ്ഞാൽ അള്ളർത്ഥതാണ്, മനുഷ്യന്മാരുടെ അർത്ഥം കാട്ടും നല്ല അള്ള അർത്ഥം തന്നെ അല്ലേ. എങ്ങനെയുണ്ട് ന്യായം? ഇതാണ് ശൈത്താനെ പിൻപറ്റുകാരാണ്. പ്രമാണങ്ങളുണ്ടോ, അള്ളാഹു തആല ഇറക്കി കൊടുത്തോ, ഇൽമുണ്ടോ? ഒന്നുമില്ല. ശൈത്താൻ ഓരോന്നിങ്ങനെ ഓതി കൊടുക്കുക, പിൻപറ്റുക.